പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യനാഥൻ നിങ്ങളെ, നിങ്ങളുടെ കുടുംബങ്ങളെ, നിങ്ങളുടെ നിയോഗങ്ങളെയെല്ലാം ഇന്ന് അനുഗ്രഹിക്കട്ടെ. നല്ല കൃപയുള്ളൊരു ദിനമായി മാറട്ടെ. കർത്താവിൻ്റെ അനുഗ്രഹവും ഐശ്വര്യവും നിങ്ങളെല്ലാവരോടും കൂടെ ഇന്ന് ഉണ്ടാകട്ടെ. സങ്കീർത്തനം 67:1. ദൈവം നമ്മോട് കൃപ കാണിക്കുകയും നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. അവിടുന്ന് തൻ്റെ പ്രീതി നമ്മുടെ മേൽ ചൊരിയുമാറാകട്ടെ. ഒരു അനുഗ്രഹത്തിൻ്റെ വചനമാണ്. ഒന്നും കൂടി പറയാം. ദൈവം നമ്മോട് കൃപ കാണിക്കുകയും നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. അച്ഛനും ഈ വചനത്തോട് ചേർന്ന് നിങ്ങളെ ആശംസിക്കുക. കർത്താവ് നമ്മോട് കൃപ കാണിക്കുകയും നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ഇന്നത്തെ ദിനം മുഴുവനും ഉണ്ടല്ലോ, കർത്താവിൻ്റെ കൃപ നിങ്ങളെ പൊതിയുകയും നിങ്ങൾ ഇന്ന് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യട്ടെ. ജോലി ചെയ്യുമ്പോൾ, ബിസിനസ് ചെയ്യുമ്പോൾ, പഠിക്കുമ്പോൾ, പഠിപ്പിക്കുമ്പോൾ, സംസാരിക്കുമ്പോൾ, കേൾക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം കൃപ നിങ്ങളെ ഇന്ന് പൊതിയട്ടെ. കൃപ ലഭിച്ചാലാണ് നമ്മുടെ ജീവിതം കൂടുതൽ കൂടുതൽ ആത്മീയമായി ആഴങ്ങളിലേക്ക് പോവുകയും അനുഗ്രഹിക്കപ്പെടുകയും. കൃപയുള്ള വ്യക്തിയും കൃപയില്ലാത്ത വ്യക്തിയും തമ്മിൽ വ്യത്യാസമുണ്ട്. സാവൂള് കൃപയില്ലാതിരുന്ന സമയത്താണ് ഒരു മിന്നൽ പിണർ പോലെ കർത്താവ് അവനെ സ്പർശിക്കുകയും നിലത്ത് വീഴുകയും അപ്പോൾ അവൻ ചോദിക്കുകയും ചെയ്യുന്നുണ്ട്, അങ്ങ് ആരാണ്? അപ്പോൾ ഈശോ ഒരു മുഴക്കമായി ശബ്ദമായി അവനിലേക്ക് കടന്നു വന്നിട്ട് പറയുന്നുണ്ട്, നീ പീഡിപ്പിക്കുന്ന നസ്രായനായ യേശുവാകുന്നു ഞാൻ. കൃപ തൊടുകയാണ്. അവിടെ മുതൽ അവൻ്റെ ജീവിതം മാറുകയാണ്. സാവൂള് പൗലോസ് അപ്പോസ്തലനായി മാറുകയും വചനം പ്രഘോഷിക്കുകയും പിശാചുക്കളെ ബഹിഷ്കരിക്കുകയും രോഗികളെ സുഖപ്പെടുത്തുകയൊക്കെ ചെയ്യുന്ന കൃപയുടെ മനുഷ്യനായി രൂപാന്തരപ്പെടുന്നു, മാറ്റപ്പെടുന്നു. ഇതുപോലെ നമ്മൾ കൃപയുള്ള മനുഷ്യരായിട്ട് മാറണം. ഈശോ കൃപയുടെ നിറകുടമായതുകൊണ്ടാണ് അടുത്ത വന്ന വ്യക്തികൾക്ക് വിടുതലും സൗഖ്യവും ഒക്കെ നൽകാൻ പറ്റിയത്. ഇതുപോലെ നമ്മളും കൃപയുള്ള വ്യക്തികളാകട്ടെ. സംസാരിക്കുന്ന വ്യക്തികൾ, ഇടപഴകുന്ന വ്യക്തികൾ, കുടുംബത്തിലുള്ള വ്യക്തികൾ എല്ലാവരും നമ്മുടെ സംസർഗത്തിലൂടെ സ്വർഗീയമായ ആനന്ദം അനുഭവിച്ചറിയുന്ന വ്യക്തികളായിട്ട് മാറട്ടെ. ഒരിക്കൽ കൂടി പറയുകയാണ്, കൃപയുള്ളവരായിട്ട് മാറട്ടെ. ഇന്ന് കർത്താവ് എന്നെയും നിന്നെയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ഇന്ന് മെസ്സേജ് ബോക്സിൽ ടൈപ്പ് ചെയ്യണം, ഈശോയെ അങ്ങയുടെ കൃപയും അനുഗ്രഹവും ഞങ്ങൾക്ക് നൽകണമേ എന്ന്. ദിവ്യകാരുണ്യനാഥൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.